Good day, students. Today, we shall look into a few more applications of solar energy, in particular, solar distillation and solar cooking. Now, what do you mean by solar distillation? Distillation is the process of purifying unclean water and to produce clean water. If we use solar methods, this technique is called solar distillation. Hence, we can say solar distillation is the process by which unclean water is made into safe drinkable water by means of solar energy. Now, drinkable water or fresh water is a necessity in desert areas like arid and semi-arid regions and in coastal areas near the sea. So, the saline water has to be converted into distilled water using solar water stills. ഉപ്പുവെള്ളത്തിനെ നമുക്ക് കുടിവെള്ളമായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റുകളുടെ പേരാണ് solar water stills. The operating efficiencies of these are 35% to 50%. It may provide 15 to 50 liters per day per square meter. ഈ യൂണിറ്റിൻ്റെ വലിപ്പം 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഒരു ദിവസത്തിൽ അതിന് 15 മുതൽ 50 ലിറ്റർ വെള്ളം വരെ ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ സാധിക്കും. Now let's see what are the parts of a solar water still. We have a shallow blackened basin containing the saline water. Okay, അപ്പോൾ ഒരു ആഴം കുറഞ്ഞ ഷാഡോ എന്ന് പറയുന്ന ആഴം കുറഞ്ഞ ബ്ലാക്കൻഡ് ബേസിൻ, ബ്ലാക്ക് കവർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബേസിനാണ് നമുക്ക് ഉപ്പുവെള്ളം ശേഖരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. Next we have a transparent airtight cover that encloses the basin and it has a roof-like shape. ഈ ബേസിന് മേലെ നമ്മളൊരു റൂഫ് പോലെ നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് കവർ, അതും ഈ ബേസിനെ നന്നായി മൂടുന്ന രീതിയിലുള്ളൊരു കവറാണ് നമ്മൾ വെക്കുന്നത്. ഈ കവറ് ഗ്ലാസ് ആകാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആകാം. ഓക്കെ, അപ്പോൾ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ മേലെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സൂര്യരശ്മികളെ കടത്തി വിട്ടിട്ട് തിരിച്ച് ഈ ബേസിനിൽ നിന്ന് വരുന്ന സൂര്യരശ്മികളെ അവർ തടഞ്ഞു നിർത്തും അല്ലെ. ഗ്ലാസിൻ്റെ പ്രത്യേകത ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വാട്ടർ സ്റ്റില്ലിൻ്റെ ഉൾവശം ചൂടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് കളക്ഷൻ ട്രഫ്സ്. സോ ദിസ് റൂഫ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ രണ്ടറ്റങ്ങളിലായിട്ട് നമുക്ക് രണ്ട് പാത്രങ്ങൾ പോലെ നമ്മൾ വെച്ചിരിക്കാം. അതിനെയാണ് നമ്മൾ കളക്ഷൻ ട്രഫ്സ് എന്ന് വിളിക്കുന്നത്. Then we have an insulation around this basin. ഈ കറുത്ത തുണിക്ക് അടിയിലായിട്ട് നമ്മളൊരു ഇൻസുലേഷൻ പോലൊരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഉള്ളിൽ വേണം ഈ കറുത്ത തുണി സ്പ്രെഡ് ചെയ്യാൻ. Then we have a filler. ഈ ഫില്ലർ വഴിയാണ് നമ്മൾ ബേസിനിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. അതായത് ഉപ്പുവെള്ളം നമ്മൾ ഈ ബേസിനിലേക്ക് നിറയ്ക്കുന്നത് ഫില്ലർ വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അളവിനനുസരിച്ച് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയുന്നു. Then we have the overflow line. ഓക്കെ, നമ്മുടെ സോളാർ വാട്ടർ സ്റ്റിൽ ഒരു നിശ്ചിത ഹൈറ്റിന് മാത്രമേ വെള്ളം നമുക്ക് ശേഖരിക്കാൻ പാടുള്ളൂ. അതിനാണ് പ്രത്യേകമായിട്ട് ഷാലോ ബേസിൻ എന്ന് പറയുന്നത്. ആഴം കുറഞ്ഞ ബേസിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഹൈറ്റ്, വെള്ളത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ഓവർഫ്ലോ ലൈൻ വെച്ചിരിക്കുന്നത്. ഫില്ലർ വഴി നമ്മൾ കുറേ വെള്ളം നമ്മൾ അറിയാതെ നിറയ്ക്കുകയാണെങ്കിൽ
ഈ ഓവർഫ്ലോ ലൈനിന് മേലെ വന്നാൽ ഈ പൈപ്പിൽ കൂടെ ബാക്കി വരുന്ന വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്ത് പോയിരിക്കും. അപ്പം എപ്പോഴും ഈ ബേസിനിൽ നിറയ്ക്കുമ്പോൾ ഒരു നിശ്ചിത ഹൈറ്റ് വരെ ഓവർഫ്ലോ ലൈനിൻ്റെ പൈപ്പ് എവിടെ വന്ന് നിൽക്കണോ അവിടെ വരെ മാത്രമേ വെള്ളം നിറഞ്ഞു നിൽക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ശ്രദ്ധിക്കാം. ഇതൊരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഒരു ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ബ്ലാക്ക് ഷീറ്റ് നിറച്ച് വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾവശം ചൂടാവുന്നതിനനുസരിച്ച് ആ ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റെഡ് കളറിൽ ഇൻസുലേഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ വെൻ സൺലൈറ്റ് ദെൻ ഫാൾസ് ഇൻ ടു ദിസ് വാട്ടർ സ്റ്റിൽ, സൂര്യരശ്മികൾ ഇവിടെ വന്ന് വീഴുമ്പോൾ ഗ്ലാസ് കവർ സൺലൈറ്റിനെ കടത്തി വിടുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് കവറിൻ്റെ മേലെ വെള്ളം നിറച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ബ്ലാക്ക് കളർ കാരണം കൂടുതൽ സൺലൈറ്റിനെ ഈ ബേസിൻ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ ലോങ് വേവ് ലെങ്ത് റേഡിയേഷനെ ഗ്ലാസ് കവേഴ്സ് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ആ ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ വീണ്ടും ഈ യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ ഇതിൻ്റെ ഉൾവശം കൂടുതൽ ചൂടായി ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ നാച്ചുറലി വെള്ളം പതുക്കെ ചൂടാവാൻ തുടങ്ങുന്നു. വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, നല്ലൊരു ടെമ്പറേച്ചർ എത്തുമ്പോൾ വെള്ളം പതുക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ വെൻ വാട്ടർ വേപ്പേഴ്സ് ആർ ഫോംഡ്, ഓക്കെ, വാട്ടർ വേപ്പേഴ്സ് ദേ കം അപ്പ്, റൈറ്റ്. പക്ഷെ അവർക്ക് മേലേക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. ദേ കം അപ്പ് ആൻഡ് ദേ റീച്ച് ദിസ് ഗ്ലാസ് സർഫസ്. അപ്പോൾ ഗ്ലാസ് സർഫസിന് തൊടുമ്പോൾ ഒരു സർഫസിന് തൊടുമ്പോൾ ഈ വേപ്പർ കണ്ടൻസ് ചെയ്യും. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ മേലെ കുറേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും. വെള്ളത്തുള്ളികൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ ദേ ഫ്ലോ ത്രൂ ദിസ് റൂഫ് സർഫസ് ആൻഡ് fall into this collection trough. അപ്പോൾ ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് വീഴുന്ന വെള്ളത്തുള്ളികൾ പ്യുവർ വാട്ടർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്രഷ് ഡ്രിങ്കബിൾ വാട്ടറാണ് ഇവിടെ കളക്ഷൻ ട്രഫ്സിൽ കളക്ട് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസസ്. ഓക്കെ, now in this slide we can see different structures of solar water stills. In the figure shown in A, here the transparent airtight cover is having a triangular shape. Okay, so when solar energy falls into this solar still, the water gets heated up, it starts to evaporate, and when the vapors move up, they touch the glass cover and condense on the glass cover. This condensed water droplets then flow through this slope and fall into the collection troughs placed below. Okay. Now in the structure B, it was this structure that we discussed in the previous slide. Okay, so here we have the cover has this shape, hence water will flow to either sides of the cover. Okay, now in the structure shown in C model, we see that the cover is of this shape. So when the water vapors, they condense upon the glass cover, okay, they form water droplets and flow towards the slope, okay, and they will flow towards this central region, and here the fresh water or the still water will be collected. Okay, now in the last model D, we can see the cover is of a dome shape. Okay. So again here the water that is heated gets evaporated, and when they move up they touch the glass cover, and there
it will form droplets, and these droplets will move along the sides of this dome and fall into the collection troughs placed on either side. Okay, so in this dome structure, we have the collection troughs all over this water still. Okay, so in a circle we have to place that collection trough, thus more water can be collected. Each design has its own advantages and disadvantages. The next application utilizing solar energy is solar cooker. Okay. So in countries like India, in developing countries like India, majority of the population depends on cooking using the trees and fossil fuels, right? Most of them burn logs, okay, pieces of wood or cow dung, okay, or they use gas cylinders. So all of these are sources that may get depleted soon. So if we can utilize solar energy for cooking purposes, it will be very beneficial. Now, what are the types of solar cookers? Okay, so the medium in which we can cook food using solar energy is called a solar cooker. And what are the different types? It is listed. The types are flat plate box type cooker, multi reflector type cooker, and parabolic disc concentrator type cooker. So in the first flat plate box type cooker, if you see the image, we can see that it is almost similar to a flat plate collector, right? So here we have a box in which the inner surface is blackened. We use black color so that the region absorbs more sunlight, and this box is covered with glass or plastic covers. Okay, so sunlight enters into it and it blocks the long wavelength radiation from escaping, hence the inner surface gets heated up. We place our cooking pan or utensil inside this box. Now in this type we can have side panels like this that can reflect the diffuse radiation also into this unit. Okay. So this type of flat plate box type cooker is the easiest and most popular to build and use. Here the lid of a cardboard box is used to reflect light into the pots placed under the glass cover. A maximum temperature of 160 degrees centigrade can be attained, but it may take time. Okay, so this is the temperature that can be attained at exact noon after placing this unit for around 2 hours. So this has the advantage of slow, even cooking of large quantities of food. So if we have large proportions of food, we can slow cook it and it can be evenly cooked. ഒരേപോലെ എല്ലാ ആവശ്യത്തും കുക്ക് ചെയ്ത് കിട്ടും, evenly cooked using this unit. Now in the next type we have the multi-reflector type cooker. So the difference here is that in the earlier version we had only one lid. Okay, here we can make a series of lids or panels to reflect sunlight into this cooking unit. Okay. So here sunlight is reflected of multiple panels into the pot under a glass lid or in a bag. So in the center we have this cooker, solar cooker, and here it is covered with a glass lid. Okay, and this is placed over multiple panels. Okay, so you see the simplicity of this. It is not a costly panel or something, just a reflective surface, and it is just shaped so that light gets reflected into this pot. Okay. It can be built quickly and at a low cost. The maximum temperature attained in these units is 200 degrees Celsius, and it has many different varieties of shapes. Okay.
It can be simply made with our own hands. The next type is parabolic disc concentrator type cooker. Here, the shape of the reflecting panels is that of a parabola, right? So what is the peculiarity of a parabola? Parabola, when straight light rays fall on a parabola, all the light rays get reflected to a common focal point. Okay. Parabola പ്രത്യേകത ഏതാണ്? When straight light rays fall on the parabolic surface, all the light rays will be reflected to a common point. That is called the focal point. If we place our cooking apparatus or the cooking pot in the focal point, so the temperature at that point will be maximum and we can get the food cooked easily. So here, highly focused light and high temperatures of 450 degrees centigrade is achieved. It cooks nearly as fast as a conventional oven. Okay. സാധാരണ ഒരു ഓവനിൻ്റെ തന്നെ വേഗതയിൽ നമുക്ക് ഈ പാരബോളിക് ഡിസ്ക് കോൺസെൻട്രേറ്റഡ് ടൈപ്പ് കുക്കറിൽ കുക്ക് ചെയ്ത് കിട്ടാം. It is costly and complicated to make and use. We have to turn frequently this unit to follow the sun. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ച് ഈ പാരബോളിക് ഈ പാനലിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനിങ്ങനെ മൂവ് ചെയ്യാനുള്ള രീതിയിൽ നമ്മളിതിനെ ഇൻസ്ട്രുമെൻറ്റിനെ സെറ്റ് ചെയ്യണം. ഓക്കെ. This is potentially hazardous and hence it is not recommended. Potentially hazardous എന്ന് പറയാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ കുക്കിംഗ് അപ്പാരറ്റസിനെ ഹൈ ടെമ്പറേച്ചേഴ്സിലേക്ക് നമ്മളിങ്ങനെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കരിഞ്ഞു പോകാം. നമ്മൾ ഭക്ഷണം സാധാരണ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ദാല് ഒക്കെ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഒരു അരമണിക്കൂറൊക്കെ ധാരാളം മതിയാവും. ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ നമ്മളൊരു 3 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോട്ട് പൊട്ടിപ്പോകാം. ഓക്കെ. ഭയങ്കര ടെമ്പറേച്ചർ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൈ പൊള്ളിപ്പോകാം കുറേ നേരം കഴിഞ്ഞാൽ പാത്രം എടുക്കണം നേരത്ത്. ഓക്കെ. അപ്പോൾ ഇതിൽ ചെറിയ നമുക്ക് ആക്സിഡൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കുക്കിംഗ് ടൈംസ് ഒരു നോർമൽ കുക്കറിലുള്ളതാണ് ഞാൻ സ്പെസിഫൈ ചെയ്തത്. ഇപ്പോൾ സാധാരണ നമുക്ക് കുക്ക് ചെയ്ത് റൈസും ദാലും ഒക്കെ ദാലൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു 1/4 മണിക്കൂർ എടുക്കും. അരിയൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. ദെൻ ഇറച്ചിയൊക്കെ ഒരു 2.5-3 മണിക്കൂറൊക്കെ എടുക്കും നമുക്ക്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ദിവസത്തിൻ്റെ ക്ലൈമറ്റിനെയും കൂടിയാണ്. ഇപ്പം എങ്ങാനും അന്നത്തെ ദിവസം ക്ലൗഡി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സമയം കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് കുക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളിതിനുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്തിരിക്കണം. കാരണം ഇതിനൊരു 3 മണിക്കൂർ എടുക്കുമ്പോൾ ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടി നമുക്ക് 1 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് കാര്യങ്ങൾ തുടങ്ങിയാൽ പറ്റില്ല അല്ലേ. രാവിലെ തന്നെ എല്ലാതും സജ്ജീകരിച്ച് ഇതിൽ വെച്ചിരിക്കണം. എന്നാലാണ് നമുക്ക് പാചകത്തിന് വേണ്ടതുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആയിട്ട് ആവശ്യ നേരത്തേക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാതും നമ്മൾ കാര്യങ്ങളും എല്ലാം നേരത്തെ കുട്ടി പ്രിപ്പറേഷൻസ് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ഓക്കെയാണ്, സണ്ണിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് എങ്കിലാണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കാം. സോളാർ ടെക്നിക്സ് ഉപയോഗിച്ച് സോളാർ എനർജി ഉപയോഗിച്ച് നമുക്ക് കുക്കിംഗ് എളുപ്പമാകാം. ഓക്കെ. So with that, we have come to the end of today's session. Thank you, dear students.